നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ അഥവാ കരൾ. പക്ഷേ ഈ കരളിന് എന്തെങ്കിലും രോഗം വന്നാൽ പെട്ടെന്ന് നമുക്ക് തുടക്കത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന് അധികം ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല തുടക്കത്തിൽ. പലരും അതുകൊണ്ട് വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത് ഈ രോഗം. നമ്മുടെ കരളിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരത്തിന് ഉപയോഗിക്കാൻ സഹായിക്കുക, പിത്തരസം നിർമ്മിക്കുക, ശരീരത്തിലെ പല രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നിവയാണ്. പ്രധാനപ്പെട്ട ലിവർ ഡിസീസ് അല്ലെ കരൾ രോഗം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഫാറ്റി ലിവർ. കരളിൽ അധികമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. അമിതവണ്ണം, ടൈപ്പ് 2 ഡയബറ്റീസ്, മെറ്റാബോളിക് പ്രോബ്ലംസ് എന്നിവ ഉള്ളവരിൽ സാധ്യത കൂടുതലാണ് ഇതുണ്ടാവാൻ. പലർക്കും തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. പക്ഷേ ഇത് അവഗണിച്ചാൽ ചിലരിൽ കരൾ വീക്കം പിന്നീട് ഫൈബ്രോസിസ്, സിറോസിസ് പോലുള്ള ഗുരുതരമായ പ്രശ്നത്തിലേക്ക് മാറാം. ഹെപ്പറ്റൈറ്റിസ് ആണ് അടുത്തത്. ഇത് കരളിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. അടുത്തത് സിറോസിസ്. ദീർഘകാല കരൾ നാശം മൂലം ഹെൽത്തി ലിവർ ടിഷ്യൂ ആന് പകരം സ്കാർ ടിഷ്യൂ രൂപപ്പെടുന്ന ഗുരുതര അവസ്ഥയാണ് ഇത്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള ലിവർ ക്യാൻസറിനെ പറ്റിയാണ്. കരളിലെ ക്യാൻസറാണ് ഇത്. കരളിലെ കോശങ്ങൾ അസാധാരണമായി വളർന്ന് നിയന്ത്രണം വിട്ട് പെരുകുന്ന ഒരവസ്ഥ. ഇതുണ്ടാകാൻ പ്രധാന കാരണം ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി പോലെയുള്ള ഇൻഫെക്ഷന്, സിറോസിസ്, ചില ക്രോണിക് ലിവർ ഡിസീസ് ഒക്കെയാണ്. തുടക്കത്തിൽ ഇവിടെയും ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. എന്നാൽ കുറേ കഴിയുമ്പോൾ ഭാരം കുറയുന്നതായിട്ടും വിശപ്പില്ലാതെ വരുന്നു. പിന്നെ അമിതമായ ക്ഷീണം, വയറിൻ്റെ വലതുവശത്ത് വേദന, വയർ വീർക്കുക, കണ്ണും ചർമ്മവും കാലുകളിലും ഒക്കെ നീരുണ്ടാവുക, കണ്ണിലും ചർമ്മത്തിലുമൊക്കെ മഞ്ഞ നിറമാകുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിന് നമ്മുടെ ലിവറിന് ഹെൽത്തി ആണോ എന്നറിയാൻ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. LFT ഹെപ്പറ്റൈറ്റിസിൻ്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാറുണ്ട്, അതേപോലെ MRI ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ലിവറിനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാമെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരഭാരത്തെ നിയന്ത്രിക്കുക എന്നാണ് ആദ്യം ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ വ്യായാമം ചെയ്യുക, പഞ്ചസാരയുടെയും കൊഴുപ്പിൻ്റെയും അമിത ഉപയോഗം കുറയ്ക്കുക, ആരോഗ്യകരമായ ഭക്ഷണമൊക്കെ കഴിക്കുക, മദ്യം ഉപേക്ഷിക്കുക ഒക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ലിവറിനെ ഹെൽത്തി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കരളിന് വേദനയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കരളിൽ രോഗമില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് പരിശോധന കറക്റ്റ് സമയത്ത് നടത്തി കരളിനെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണേ.